ഇന്നിൻ്റെ കൂടെ ഉള്ളതേ ദിൽഷാനും ബിൻഷാനും എൻ്റെ നാട്ടിലെ നമ്മൾ രണ്ട് അനിയന്മാരാണ്. നമ്മുടെ നാട്ടിൽ നമ്മളെ തൊട്ട അയലോകത്തിലെ രണ്ട് കുട്ടികളാണ് അല്ലേ. ദിൽഷാനെയും ബിൻഷാനെയും നിങ്ങളെ പരിചയപ്പെടുത്താനാണ് വന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഞാൻ ഇന്നേ വരെ പറയാത്തൊരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ കാണണം. അത്രയും ഇമ്പോർട്ടൻ്റ് ഒരു വിഷയം നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും എന്താ സംഭവം ചോദിച്ചാലേ, ഇവർ രണ്ടാളും നിങ്ങളോടൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത്. ഞാൻ ഇവരെ വീഡിയോൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കരുതിയതല്ല. ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്ക് ഇത് വിഷയം മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ഇത് നിങ്ങളാരും തട്ടി മാറ്റി പോകരുത്. നിങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വലിയൊരു അവസരമാണ് ദൈവം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരാളെ സഹായിക്കാനുള്ളൊരു അവസരമാണ് തന്നിട്ടുള്ളത്. ഇത് ദിൽഷാനും ബിൻഷാനും ഒരു വീട്ടിലെ ഒരേ ഉമ്മാക്കും വാപ്പാക്കുമില്ലേ ഏട്ടനും അനിയനാണ് അല്ലേ. ദിൽഷാനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ സഫാരി കാർസിൻ്റെ തൊട്ടടുത്ത് ഒരു പായസ കച്ചവടമായിട്ട് വന്നതാണ് അല്ലേ. അന്ന് എത്ര വയസ്സായിരുന്നു? 15 വയസ്സിൽ ഞാൻ ദിൽഷാനെ അറിയാം. ഇപ്പം എത്ര വയസ്സായി? ഇപ്പം 19 വയസ്സ്. നിങ്ങൾക്ക് 21 വയസ്സ് അല്ലേ. അപ്പോൾ 15 വയസ്സാവുമ്പോൾ ദിൽഷാൻ പായസ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പുന്നക്കാട് അങ്ങാടിയിൽ വന്നിരുന്നു. അതെന്തിനാ വന്നിന്? ഉപ്പാനെ സഹായിക്കാം അല്ലേ. അന്ന് ഉപ്പ കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. മാറ്റി വെച്ചു. ഇപ്പം മാറ്റി വെച്ച് ഉപ്പാക്ക് അൽഹംദുലില്ലാ റാഹത്തായി. ഉപ്പ അടിപൊളിയായിട്ട് ഓട്ടോ ഓടിച്ച് ജീവിതമാർഗം മുന്നോട്ട് പോകുന്നുണ്ട്. അന്ന് ഉപ്പാക്ക് കിഡ്നി പേഷ്യൻ്റായി. ആ ചികിത്സാ ആവശ്യാർത്ഥമൊക്കെ അല്ലേ എല്ലാവരും സഹായിച്ച് ഉപ്പാൻ്റെ കിഡ്നിയൊക്കെ മാറ്റി വെച്ചു. അന്ന് ഇവർ രണ്ടുപേരും ഉപ്പാനെ സഹായിക്കാനും കുടുംബം നോക്കാനും കച്ചവടം ചെയ്തതിൻ്റെ മക്കളാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യം എല്ലാം പരീക്ഷണമാണ് അല്ലേ. ഇന്നും നാളെയും നമുക്ക് എന്ത് വരും, ആർക്കും എന്ത് സംഭവിക്കും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ദിൻഷാൽ മോൻ്റെ 2 കിഡ്നി ഫെയിലിയറാണ് അല്ലേ. അതേപോലെ ബിൻഷാൽ മോൻ്റെ ലെൻസും മാറ്റിവെക്കണം. ഈ 2 മക്കൾക്കും ചികിത്സക്ക് നമുക്കൊന്ന് താങ്ങാൻ പറ്റാവുന്ന രീതിയിൽ അധികമല്ലേ വലിയൊരു ചികിത്സാ സഹായം ഫണ്ട് ആവശ്യമായിട്ട് വന്നു. ഇപ്പം നിങ്ങളെ മുന്നിൽ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടുകാരെല്ലാവരും ചേർന്ന് നമുക്ക് കൊണ്ടുപോകാം അല്ലേ. നമ്മളെ നാട്ടുകാരെല്ലാവരും ചേർന്ന് വലിയൊരു സഹായത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി ഏകദേശം ഒരു 10-20 ലക്ഷം രൂപ ഇവിടുത്തെ നാട്ടുകാർ സമാഹരിച്ചിട്ടുണ്ട് അല്ലേ. ക്ലബ്ബുകളും പിന്നെ പല ഗ്രൂപ്പുകളും രാഷ്ട്രീയ പാർട്ടികളും പല ആളുകളെല്ലാവരും കൂടി 10-20 ലക്ഷം രൂപ സമാഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും കൂടാഞ്ഞിട്ടാണ് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ദിൽഷാ മോനും ബിൻഷാദ് മോനും നിങ്ങളെ മുന്നിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സഹായിക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നിങ്ങളാൽ കഴിയും വിധം ഈ കാണുന്ന സ്കാനറിൽ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിൽ നിങ്ങളെന്തായാലും ഇവർക്കില്ലേ ഒരു സഹായം എത്തിച്ചു കൊടുക്കൽ നിർബന്ധമാണ്. ഞാൻ നിർബന്ധം എന്ന് പറയാനുള്ളത് വെച്ചാൽ ഇവരെ അവകാശമായിട്ട് തന്നെ നിങ്ങൾ കാണണം. നമ്മളെപ്പോലത്തെ ഇനി നിങ്ങൾ കരുതുണ്ടാകും കുറേ പൈസക്കാർക്ക് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 100 രൂപ എല്ലാ ആളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു 50 രൂപ എടുത്തിട്ട് നിങ്ങൾ കൊടുക്കി. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കറിയാം ഇതിൽ കോടാനുകോടികൾ എടുത്ത് സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കി. ലക്ഷങ്ങൾ സഹായിക്കാൻ പറ്റുന്ന ആളുകളുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യും. ഒരുപാട് സംഘടനാ ചുമതലകൾ ഏറ്റെടുത്ത് പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങളൊക്കെ ഗ്രൂപ്പുകളിൽ നിന്ന് ചെറിയൊരു രീതിയിലുള്ള ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളൊരു വോയിസ് അറിയിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ മനസ്സില്ല ഒട്ടനവധി ആളുകളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ചർച്ചകളും രാഷ്ട്രീയവും മത്സരവും മുഖ്യമന്ത്രി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ വിഷയങ്ങൾ തട്ടിമാറ്റി പോകരുത്. അത്രയും അർഹതപ്പെട്ട അത്രയും ജെന്യൂനായിട്ടുള്ള അത്രയും വിശ്വാസത്തിലുള്ളൊരു കേസായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഇത്രയും കാലം നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ആളുകൾക്കറിയാം ഇത്തരം വീഡിയോ നമ്മൾ ചെയ്യലില്ല. വളരെ ചുരുക്കം 1-2 വീഡിയോസ് മാത്രമേ നിങ്ങൾ മുന്നിലെത്തിയിട്ടുള്ളൂ. ഇത് ഞാൻ മാത്രമല്ല ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളുടെ നാട്ടുകാർ മൊത്തമുണ്ട്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട്, വാർഡ് മെമ്പറുണ്ട്, പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, നാട്ടിലെ യുവാക്കളുണ്ട്, ക്ലബ്ബ് പ്രവർത്തകരുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇതിനിറങ്ങിയിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ നമ്മൾ MLA വിളിച്ചിരുന്നു. MLA ഡൽഹിയിലാണുള്ളത്. MLA വന്നിട്ട് അതിന് ഇവരോടൊപ്പം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങൾ മുന്നിൽ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഇവിടെ. പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. പ്രിയപ്പെട്ട അംഫാൽ എല്ലാം വിശദമായൊരു വീഡിയോ ചെയ്തു. ഞങ്ങളിവിടെ കമ്മിറ്റി രൂപീകരിച്ച് കരുവാരക്കുണ്ടിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വിഭാഗം ആളുകളും ഈ ചികിത്സാ സഹായ നിധി സ്വരൂപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. എല്ലാവരും ഉണ്ട്. അതുപോലെ ഇപ്പോൾ തെസ്നീം ബസ്സിൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടു. ഇങ്ങനെ ഈ കരുവാരക്കുണ്ടിലുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ കുട്ടികളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് അംഫാൽ വളരെ അപൂർവമായി അദ്ദേഹം ഈ രംഗത്ത് വരാറുള്ളൂ, ഇത്തരം വീഡിയോ ചെയ്യാറുള്ളൂ. ഇത് വളരെ അത്യാവശ്യമുള്ള നാട്ടുകാരായ അയൽവാസികളായ നേരത്തെ പറഞ്ഞതുപോലെ പായസക്കച്ചവടം ചെയ്യുന്ന സമയത്ത് കണ്ടുമുട്ടിയുള്ള അത്തരം പരിചയമുള്ള
ഒരു രണ്ട് കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കും. ഇവര് ഇപ്പോൾ ഇയാള് ഓക്സിജനൊക്കെ വെച്ചിട്ടാണ് ഇരിക്കല് അല്ലേ? അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഒന്ന് മാറ്റിയെടുത്ത് ഉഷാറാക്കി ഇറങ്ങിയതാണ് അല്ലേ? ഒക്കെ റെഡിയാവും, പേടിക്കണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ കട്ടൊക്കെ ഉണ്ട്. അതേപോലെ ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ട്. എല്ലാവരും സഹായിക്കും ഇൻഷാ അല്ലാ കേട്ടോ. തീർച്ചയായിട്ടും എന്താ പറയല്ലോ, എല്ലാവരോടും സഹായിക്കാം. ഇദ്ദേഹം അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് പോകണില്ല അല്ലേ? നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അസുഖമൊക്കെ മാറിയിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് പോയിട്ട് വീട്ടുകാരൊക്കെ നോക്കാൻ കഴിയട്ടെ കേട്ടോ. ഈ എന്താ ചെയ്തോണ്ടിരുന്നീന്? ഞാൻ ഓട്ടോ ഇലക്ട്രിക്കൽ പഠിച്ചുകൊണ്ട് ട്രെയിനിങ്ങിലായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ രോഗം വന്നു, നിർത്തി പോന്നു. ഇപ്പൊ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇവർ രണ്ടുപേരെ നമുക്ക് ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരണം. നമ്മളെ ഭാവി തലമുറകളാണ്, ഈ വീടിന്റെ അത്താണിയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സഹായിക്കണം. നമ്മളെ കട്ട ഫോളോവർ കൂടിയാണ് ഇവര് അല്ലേ? എന്ന് മുതൽ ഫോളോ ചെയ്യുന്നുണ്ട്? ഞാൻ അന്ന് മുതലേ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ? ആദ്യത്തെ ഷോപ്പ് മുതലുണ്ട്. ആദ്യത്തെ ഷോപ്പ് മുതൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികളാകുമ്പോ ഫോളോ ചെയ്യൽ തുടങ്ങിയാണ് അല്ലേ? കാറ്ററിങ്ങിനോ? എവിടേക്ക്? വീട്ടിക്കോ? കുടിയത്തെ കല്യാണത്തിന്, അനിയന്റെ കല്യാണത്തിനല്ലേ ഈ കാറ്ററിങ്ങിന് വന്നീന്? അത് ശരി, ഇൻഷാ അല്ലാ. ഇനി അതേപോലെ നമുക്ക് ഓടിച്ചാടി പരിപാടിക്കൊക്കെ പോകാൻ കഴിയട്ടെ കേട്ടോ. നമ്മളൊക്കെ പ്രാർത്ഥന ഉണ്ട്, ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ പ്രാർത്ഥന ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കോണ്ട്. ഇതെന്താ വെച്ചാലേ നമ്മളെ മക്കളാണ്, നിങ്ങൾ അങ്ങനെ കൂട്ടിപ്പിടിക്കി. എനിക്കിങ്ങനെ പറയാൻ കഴിയണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മളൊരു വീഡിയോൻ്റെ തുടക്കം നല്ലോണം നമ്മൾ തന്നെ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് സഹായിക്കുക. ഹലോ സുഹൃത്തുക്കളെ, ചുള്ളിയോട് വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. അപ്പോൾ നമ്മളെ മക്കളാണ് എന്ന് വിചാരിച്ച് എല്ലാ ആളുകളും കഴിയുന്ന പരമാവധി ഉമ്മമാരോടാണ് പറയാനുള്ളത്. നമ്മളൊരു മാക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും അവൻ്റെ കഴിവിൻ്റെ പരമാവധി ഇല്ല സംഖ്യയിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുക. 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ കൊടുത്താൽ നാളെ അള്ളാൻ്റെ മുമ്പിൽ 25 റുപ്യ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ ഒരു ജീവിതം ആർക്കും വെള്ളം കൊടുക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ആരും തന്നെ ഈ വീഡിയോ കണ്ടവരാരും ഇത് വെറുതെ ആക്കരുത്. എത്രയും പെട്ടെന്ന് നമ്മളെ കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങളോട് താഴ്മയോട് പറയുകയാണ്. എല്ലാവരും അതിനുള്ള മുൻഗണന എടുത്തുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അൻഫാലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും എല്ലാവരും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യയാണ് നമുക്ക് ആവശ്യം ഈ കുട്ടികളുടെ ചികിത്സ ആവശ്യം. അതായത് അൻഫാൽ ഈ രംഗത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആളാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചോദിക്കാറില്ല. പക്ഷേ ഇതിന്റെ അനിവാര്യത മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്തത്. തീർച്ചയായിട്ടും എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ആളുകളാണ്, നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാരാണ്, നമ്മളെപ്പോലെ ജീവിക്കാൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. അവരുടെ കൂടെ തീർച്ചയായും നമ്മൾ നിൽക്കേണ്ടതുണ്ട്. മുമ്പൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മളൊക്കെ സഹായിച്ചതുപോലെ ഈ കുട്ടികളെയും സഹായിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനെല്ലാവരും സഹായിക്കണമെന്ന് അൻഫാനോടൊപ്പം തന്നെ ഞങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ചുള്ളിയോട് വാർഡ് മെമ്പർ. ഈ 2 കുഞ്ഞു മക്കളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അപ്പൊ നമ്മളെ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് സഹായിക്കണമെന്ന് അപേക്ഷിക്കും. ഞാൻ പാലിയേറ്റിന്റെ പ്രവർത്തനമാണ്, സെക്രട്ടറിയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ കുട്ടികളുടെ ചെറിയ കുട്ടികളാണ്, ഡയാലിസിസ് ചെയ്യുമ്പോൾ ഓരോ ഡയാലിസിനും ഇത്രയും തൂക്കം വെയിറ്റ് കുറക്കും. അപ്പൊ അത് കുറച്ച് വരുമ്പോൾ ഇവർക്ക് പിന്നീട് കിഡ്നി മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് 2 കുട്ടികളുടെ, ഒരാളുടെ വാൽവിന് 2 വാൽവ് മാറ്റേണ്ടതുണ്ട്, മറ്റൊരാളെ കിഡ്നിയും മാറ്റേണ്ടതുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് സർജറി നടക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട ഉടനെ നീട്ടിവെക്കാതെ സഹായിക്കണം. അത്രേ പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ പേര് മുജീബ് റഹ്മാൻ, ദിൽഷാൻ ബിൻഷാൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും അവരാൽ കഴിയുന്ന ഒരു തുക നൽകിക്കൊണ്ട് ഈ കുട്ടികൾക്ക് വേണ്ടി സഹായിക്കണമേ എന്ന് വളരെ താഴ്മയോടുകൂടി വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. നമ്മളെ മക്കളെ പോലെ കരുതിയിട്ട് ഈ 2 മക്കളെയും കൂടെ അവരുടെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും അവനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായവും ചെയ്ത് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.